കേന്ദ്രത്തിലെ അധികാരത്തിലിരിക്കുന്ന BJP-യുമായി കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അവിടെയാണല്ലോ ഈ ഇരട്ട എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്ത് BJP-യുടെ ദേശീയ രാഷ്ട്രീയത്തിലെ ഭാവിയെക്കുറിച്ച് ആർക്കും ഒരാശങ്കയുമില്ല. ആ കൈ വിട്ടുകൊണ്ട് മഹാസഖ്യത്തിലേക്ക് വന്നാൽ ഈ തെരഞ്ഞെടുപ്പിലടക്കം നമ്മൾ കണ്ടതാണല്ലോ, മഹാസഖ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് പരസ്പരം പോരാടുന്ന, അതിന് സൗഹൃദ മത്സരം എന്ന ഓമന പേരിട്ട 12 മണ്ഡലങ്ങൾ, മഹാഗഠബന്ധന്റെ ഭാഗമായ സഖ്യകക്ഷികൾ. ഏതെങ്കിലും ഒരു സഖ്യകക്ഷിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിച്ചോ? എന്താണ് RJD-യുടെ അവസ്ഥ? സീറ്റ് നില പകുതിയായി കുത്തനെ ഇടിയുന്നു. കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? 19 നിന്ന് ഇപ്പോൾ 10-11 എന്ന നിലയിലേക്ക് എത്തുന്നു. CPIML 12 സീറ്റ് ഉണ്ടായിരുന്ന CPIML 6 എന്നതിലേക്ക് താഴുന്നു. CPI-യും CPIM-ഉം ഓരോ സീറ്റുകളിൽ മാത്രം മുന്നിട്ട് നിൽക്കുന്നു. കണക്ക് പരിശോധിച്ചാൽ 50% സീറ്റുകൾ നഷ്ടമാകുന്നു. 2 സീറ്റ് എന്നത് ഒന്നാകുമ്പോൾ അവിടെ വോട്ട് നില അല്ലെങ്കിൽ സീറ്റ് നില 50%-മാണ് നഷ്ടമാകുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തു എന്നതാണല്ലോ ഇവിടെ പ്രധാനമായി മാറുന്നത്. അതുമാത്രവുമല്ല, വിലപേശലിൽ BJP-യും ഒട്ടും പിന്നിലേക്ക് പോകാത്ത സാഹചര്യം. അതായത് 101 സീറ്റുകളിൽ മത്സരിച്ച JDU, 101 സീറ്റുകളിൽ മത്സരിച്ച BJP, അവരിതാ ഇഞ്ചോടിച്ച് പോരാടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നിതീഷിന്റെ വിലപേശലിനെ ഞങ്ങളുടെ അംഗസംഖ്യ വെച്ചുകൊണ്ട് മറികടക്കുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു BJP-ക്ക്. അത് നേടിയെടുക്കുമ്പോൾ നിതീഷിന് ഇനിയൊരു മറുകണ്ഠം ചാടൽ അത്ര എളുപ്പമാണോ കിരൺ? അഭിലാഷ്, അവിടെയാണ് നിതീഷിന്റെ പ്രത്യേകത. നമ്മൾ മറ്റ് സ്ഥലങ്ങളിലെ രാഷ്ട്രീയം കാണുന്നത് പോലെ അല്ല ബീഹാറിൻ്റെ രാഷ്ട്രീയം. അതുപോലെ തന്നെയാണ് ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയവും അങ്ങനെ കാണാൻ കഴിയില്ല. നിതീഷ് കുമാർ എപ്പോഴൊക്കെയാണ് ചാടിയത്? ആദ്യം ദീർഘകാലം സോഷ്യലിസ്റ്റ് ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം NDA-യുടെ ഭാഗമാവുന്നു. NDA-യുടെ ഭാഗമായി കേന്ദ്രമന്ത്രിയും ഒക്കെ ആവുന്നു. അതിനുശേഷം അദ്ദേഹം 2013-ലാണ് ആദ്യം NDA വിട്ട് വീണ്ടും തിരികെ അദ്ദേഹം മഹാഗഠബന്ധനിലേക്ക് പോകുന്നു. കാരണം അന്ന് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് NDA ഉയർത്തി കാണിക്കുന്നു. ഗുജറാത്ത് കലാപത്തിൻ്റെ ഒക്കെ കറയുള്ള നരേന്ദ്രമോദിയെ ഉയർത്തി കാണിച്ചാൽ ഞാൻ ഈ NDA-ക്കൊപ്പം നിൽക്കില്ല, മതേതര ക്രെഡൻഷ്യലാണ് എൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത്. അതിനുശേഷം വീണ്ടും അദ്ദേഹം NDA-യിലേക്ക് മടങ്ങി വരുന്നു. നേരത്തെ അഭിലാഷ് ചോദിച്ചതുപോലെ കേന്ദ്രത്തിൽ അധികാരം നിൽക്കുമ്പോൾ ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ എന്നൊക്കെ പറയുമല്ലോ. 2015-ൽ മത്സരിക്കുന്നത് കേന്ദ്രത്തിൽ BJP സർക്കാർ, NDA സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ്. 2014-ൽ മോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഉയർത്തിക്കാട്ടതിൽ പ്രതിഷേധിച്ച് മുന്നണി വിട്ടത്. അന്ന് മത്സരിച്ച് 243-ൽ 178 സീറ്റ് നേടിയാണ് അവിടെ വിജയിക്കുന്നത്. അതിനുശേഷം ഈ അഭിലാഷ് പറഞ്ഞതുപോലെ ആ ഇരട്ട എഞ്ചിൻ സൗകര്യത്തിന് വേണ്ടി അവിടെ നിന്ന് ആ മുന്നണി വിട്ടിട്ട് വീണ്ടും NDA-യുടെ ഭാഗമാകുന്നു. NDA-യുടെ ഭാഗമായി നിൽക്കുന്നത് 2019-ലൊക്കെ NDA-ക്ക് അങ്ങനെയാണ്. NDA-ക്ക് 40-ൽ 39 സീറ്റിലും വിജയിക്കാൻ കഴിയുന്നത്. RJD-ക്ക് ആദ്യമായി രൂപം കൊണ്ട ശേഷം ആദ്യമായി അവരുടെ ലോക്സഭയിലേക്കുള്ള ഒരു MPയെ പോലും ജയിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. ആകെ ഒരു MP ജയിച്ചത് കോൺഗ്രസിൻ്റേത് മാത്രമായിരുന്നു. 39 പേരും ജയിച്ചത് NDA MPമാരായിരുന്നു. 2020-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വീണ്ടും NDA-ക്കൊപ്പം നിന്ന് മത്സരിക്കുന്നു. ആ NDA-ക്കൊപ്പം നിന്ന് മത്സരിക്കുമ്പോഴാണ് അപ്പോഴും കേന്ദ്രത്തിൽ ഈ ഇതേ NDA സർക്കാർ തന്നെയാണെന്ന് ആലോചിക്കണം. 2022-ൽ ആ NDA വിട്ടിട്ട് വീണ്ടും മഹാഗഠബന്ധന് ഒപ്പം ചേരുന്നു. അവിടെയും മുഖ്യമന്ത്രിയായി തുടരുന്നു. അതിനുശേഷം വീണ്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ്. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മൾ ആലോചിക്കേണ്ടത്. 2 തവണ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 2 തവണ നിതീഷ് കുമാർ ഈ രാഷ്ട്രീയം മാറുന്നതും തിരികെ NDA-യിലേക്ക് വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ അനിവാര്യമാണ് JDU-ന്റെ സാന്നിധ്യം BJP-ക്ക്. ആ സമയത്താണ് BJP അത്തരം ഒരു ഓപ്പറേഷൻ നടത്തുന്നതും JDU-നെ മടക്കിക്കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇനി ഒരു അവരുടെ ലീഡ് NDA ഉയർത്തിയിരിക്കുകയാണ്. 55-ലേക്ക് ഇന്ത്യ മുന്നണി ചുരുങ്ങുന്നത് കൂടി നമ്മൾ കാണുകയാണ്. വളരെ വളരെ മോശം അവസ്ഥയിലേക്ക് ബീഹാറിൽ NDA മുന്നണി പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മോദിയുടെ തേരോട്ടം തുടരുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ബീഹാറിൽ. തീർച്ചയായും NDA-യുടെ ക്യാമ്പുകളിൽ ദേശീയ നേതാക്കളെ ഒന്നടങ്കം BJP അണിനിരത്തിയിരുന്നു. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടായിരുന്നു, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉണ്ടായിരുന്നു, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉണ്ടായിരുന്നു, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉണ്ടായിരുന്നു. അങ്ങനെ ദേശീയ നേതാക്കളെ ഒന്നടങ്കം അണിനിരത്തിക്കൊണ്ട് ജംഗിൾ രാജിനെ കുറിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ട് ലാലു പ്രസാദ് യാദവ് അധികാരത്തിലിരുന്നപ്പോൾ വേണ്ട ബീഹാറാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് റാലികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അഭിസംബോധന ചെയ്തത്. ആ ബീഹാർ ഞങ്ങൾക്ക് വേണ്ട എന്ന് ബീഹാറിലെ ജനങ്ങൾ ഇപ്പോൾ വോട്ടിലൂടെ തെളിയിക്കുന്നു. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, നിതീഷ് കുമാറാണ് ബീഹാറിനെ നയിക്കേണ്ടത് എന്ന്. ഇതാ രേണുക, തേജസ്വി യാദവിന്റെ മുന്നേറ്റം തന്നെ പരിശോധിക്കുക. രാഘപ്പൂർ മണ്ഡലം എന്നത്
RJD സംബന്ധിച്ചിടത്തോളം അവരുടെ തട്ടകം എന്നത് മാത്രമല്ല, അത് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബ സ്വത്ത് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മണ്ഡലമാണ്. അവിടെയാണ് ലാലു പ്രസാദ് യാദവ് പലതവണ വിജയിച്ച് കയറിയത്. റാബറി ദേവിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ടത് ഒരിക്കൽ റാബറി ദേവിയെ ഞെട്ടിക്കുന്ന തോൽവിയിലേക്ക് പോയ മണ്ഡലം കൂടിയാണ്. അവിടെ കേവലം 916 വോട്ടുകൾ, കേവലം 916 വോട്ടുകൾക്ക് മാത്രമാണ് RJD നയിച്ച, മഹാസഖ്യത്തെ നയിച്ച, മഹാഗഡ്ബന്ധനെ നയിച്ച മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള തേജസ്വി യാദവിന് നേടാൻ സാധിക്കുന്നത്. കേവലം 916 വോട്ട്. ഇപ്പോൾ എത്ര റൗണ്ട് വോട്ട് എന്ന് നമുക്കറിയില്ല. അതല്ല മേൽക്കൈ നേടേണ്ടത്. വലിയ ഭൂരിപക്ഷത്തോടു കൂടി മുന്നേറ്റം നടത്തേണ്ട മണ്ഡലമാണ്. അവിടെ മറിച്ചൊരു ഫലം ഉണ്ടാകുമോ എന്നും കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ടുന്ന നില വരുന്നു. അങ്ങനെയാണെങ്കിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു അട്ടിമറി വിജയം എതിരാളികൾ നേടുമോ? അവിടെയും സംഭവിക്കുമോ എന്നതാണെങ്കിൽ വലിയ തിരിച്ചടിയായി അത് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ച് അവർക്ക് ബീഹാറിലെ റിസൾട്ടിൽ ഒരു ആശങ്ക ഇനി ഉള്ള, അത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി JDU ആണോ മുന്നിൽ, BJP ആണോ മുന്നിൽ, NDA മുന്നണിയിൽ എന്നതിന്റെ മാത്രം ഒരു കൗതുകം മാത്രമാണ് ബീഹാർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ബാക്കിയുള്ളത് എന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ വരുന്നത് ലീഡ് നില മാത്രമാണ്. 184ലേക്ക് NDA അവരുടെ ലീഡ് ഉയർത്തുന്നു എന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. 184, ഇന്ത്യ മുന്നണി 54ലേക്ക്. അതായത് 60 സീറ്റുകൾ, ഇനിയും 60 സീറ്റുകൾ NDAക്ക് നഷ്ടപ്പെട്ടാൽ പോലും NDA അധികാരത്തിലായിരിക്കും. അത്രമേൽ കൃത്യമായ, അത്രമേൽ സേഫായ, സെക്യൂറായ സീറ്റിലേക്ക് NDA എത്തുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ലീഡ് 9ലേക്ക് ചുരുങ്ങുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ 10 സീറ്റിൽ കോൺഗ്രസ് പിന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. 65ലേക്ക് ഈ അവരുടെ മത്സരിക്കാനുള്ള സീറ്റ് ചുരുങ്ങുമ്പോൾ RJDയുമായി വലിയ വിലപേശലാണ് കോൺഗ്രസ് നടത്തിയത്. പോലും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് ആ ചർച്ചകൾ നീങ്ങിയത് നമ്മൾ കണ്ടതാണ്. അതിദയനീയമായ പ്രകടനം എന്ന് വേണം കോൺഗ്രസിനെ വിലയിരുത്താൻ. 19 സീറ്റുകളിൽ നിന്ന് 9ലേക്ക് എന്ന് പറയുമ്പോൾ ആവർത്തിച്ചു പറയുന്നു, 50% സീറ്റുകൾ വീണ്ടും നഷ്ടമാകുന്നു. 50%-ൽ സീറ്റുകൾ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ അതിന്റെ പകുതി പോലും നേടാൻ കോൺഗ്രസിന് സാധിക്കാത്തൊരു സാഹചര്യം. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാകാം. എങ്കിൽ പോലും ആവർത്തിച്ചു പറയുന്നു, മഹാഗഡ്ബന്ധനിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും നില മെച്ചപ്പെടുത്താൻ സാധിച്ചില്ല. 185ലേക്ക് NDA അവരുടെ ലീഡ് ഉയർത്തുകയാണ്. 185, 243 സീറ്റുകളിലെയും ഫലങ്ങൾ അല്ലെങ്കിൽ ലീഡ് നില പുറത്തു വരുമ്പോൾ 185ലേക്ക് NDA ലീഡ് ഉയർത്തുന്നു. KP, ഇവിടെ ഇപ്പോൾ ബീഹാറിൽ നടന്നത് ഒരു മോദി രാഹുൽ ഏറ്റുമുട്ടലാണെങ്കിൽ മോദിക്ക് മുന്നിൽ വീണ്ടും രാഹുലിന് കാലിടറിയിരിക്കുന്നു, അല്ലെങ്കിൽ അമ്പേ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്ന സാഹചര്യത്തിലേക്ക് ബീഹാർ ഫലങ്ങൾ എത്തുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കാത്ത ഒരു മുൻതൂക്കം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അവിടെ നിന്നും ഇന്ത്യ മുന്നണി പിന്നോട്ട് പോയിരിക്കുന്നു എന്നതാണ് ബീഹാറിന്റെ ഫലങ്ങൾ നൽകുന്ന സൂചന. കോൺഗ്രസ് അമ്പേ പരാജയപ്പെടുന്ന നിലയിലേക്ക് 9ലേക്ക് അവരുടെ സീറ്റുകൾ ചുരുങ്ങുന്നു. ആവർത്തിച്ചു പറയുന്നു, 1990 വരെ കോൺഗ്രസ് ആയിരുന്നു ബീഹാറിന്റെ രാഷ്ട്രീയ അധികാര കേന്ദ്രത്തെ നിർണയിച്ചിരുന്നത് എങ്കിൽ 90കൾക്ക് ശേഷം പിന്നീട് വേരുറപ്പിക്കാൻ ബീഹാറിൽ കോൺഗ്രസിന് സാധിക്കാതെ പോയി. അവിടെയാണ് വോട്ടുകൊള്ള പോലെയുള്ള ഒരു ആരോപണവുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത്. പക്ഷേ അപ്പോഴും കോൺഗ്രസിന്റെ തന്നെ നേതാക്കൾ അല്ലെങ്കിൽ അണികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തുകൊണ്ട് കോൺഗ്രസിന് ബീഹാറിൽ നിന്ന് ഒരു നേതാവിനെ ഉയർത്തിക്കാണിക്കാൻ സാധിക്കുന്നില്ല? 90കൾക്ക് ശേഷം എന്തുകൊണ്ട് കോൺഗ്രസിന് ഒരു മുഖമില്ലാതെ പോകുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. തേജസ്വി യാദവ് മഹാഗഡ്ബന്ധനെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കുന്ന പ്രതിച്ഛായുള്ള ഒരു നേതാവിനെയെങ്കിലും, യുവത്വത്തിൽ നിന്നെങ്കിലും ഒരു നേതാവിനെ ഉയർത്തിക്കാണിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നത് ഒരു പരാതിയായി കോൺഗ്രസുകാർ തന്നെ ഉയർത്തിയിരുന്നു. ഇപ്പോഴിതാ സാമ്രാട്ട് ചൗധരി, അദ്ദേഹം താരാപൂർ മണ്ഡലത്തിൽ നിന്ന് ആണ് മത്സരിക്കുന്നത്. 1339 വോട്ടുകൾക്ക് സാമ്രാട്ട് ചൗധരി മുന്നിട്ട് നിൽക്കുമ്പോൾ മറ്റൊരു BJP മുഖം മൈഥിലി ഠാക്കൂർ, അവിടുത്തെ ഗായിക കൂടിയാണ്, ഈ നാടൻ സംഗീതം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന, നാട്ടുകലാകാരി എന്ന് പറയാവുന്ന മൈഥിലി ഠാക്കൂർ ഇതാ 4573 വോട്ടുകൾക്കാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. BJPയുടെ വിജയ് കുമാർ സിൻഹ 1937 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. മൈഥിലി ഠാക്കൂർ ഇതാ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. മൈഥിലി ഠാക്കൂർ മുന്നിട്ട് നിൽക്കുന്നു. കേവലം 1-2 വോട്ടുകൾക്കല്ല, 4000-ലധികം വോട്ടിന്റെ മെജോറിറ്റി ഇപ്പോൾ തന്നെ മൈഥിലി ഠാക്കൂർ നേടിയിട്ടുണ്ട്. മൈഥിലിയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരു പരീക്ഷണ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു മൈഥിലി എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആ പരീക്ഷണം ബീഹാറിൽ വിജയിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തേജ് പ്രതാപ് യാദവ് തകർന്നടിയുകയാണ്, തകർന്നടിയുന്നു. 10,000-ലധികം വോട്ടിന്റെ പിന്നിലാണ് പിന്നിലെന്ന വാർത്ത വരുന്നു. രാഘോപൂരിൽ തേജസ്വി യാദവ് പിന്നിലേക്ക് പോയിരിക്കുന്നു എന്ന വാർത്ത വരികയാണ്.
നേരത്തെ 900-ൽ പരം വോട്ടുകൾക്ക് മാത്രം മുന്നിട്ട് നിന്ന രാഘവ്പൂരിൽ വോട്ടുകൾക്ക് പിന്നിൽ പോയിരിക്കുന്നു. തേജസ്വി പോലും തോൽവിയിലേക്ക് പോകുന്നു എന്ന സംശയം ബീഹാറിൽ നിന്നും ഉയരുകയാണ്. RJDക്ക് അമ്പേ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാഹചര്യം. 52ലേക്ക് ഇന്ത്യ മുന്നണി ചുരുങ്ങുമ്പോൾ 36ലേക്കാണ് RJD എത്തുന്നത്. കഴിഞ്ഞ തവണത്തെ നേർ പകുതി സീറ്റിലേക്ക് ലീഡ് നില എത്തുന്നു. തേജസ്വിയെ കുറിച്ച് തന്നെയാണ് പറയേണ്ടത്. കാരണം മഹാസഖ്യത്തെ മഹാഗഠബന്ധനെ നയിച്ച ആളാണ് തേജസ്വി യാദവ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. തേജസ്വി യാദവാണ് അങ്കിൾ എന്ന വിശേഷണം നിതീഷ് കുമാറിന് നൽകിയത്. അവിടെയാണ് തേജസ്വി യാദവിനെ പോലെയുള്ള ഒരു യുവാവ്, RJDയുടെ യുവരക്തം എന്ന് പറയാവുന്ന തേജസ്വി യാദവ് ഈ ഘട്ടത്തിലെങ്കിലും 1200-ലധികം വോട്ടുകൾക്ക് പിന്നിൽ പോകുന്നു. അതും ലാലുവിന്റെ തട്ടകത്തിൽ, RJDയുടെ തട്ടകത്തിൽ. നിതീഷ് കുമാറിനെ പരിഹസിച്ച തേജസ്വിയെ ബീഹാറിലെ ജനം തള്ളിയിരിക്കുന്നു എന്നറിയാൻ നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഇപ്പോൾ രാഘവ്പൂരിൽ കുടുംബ സീറ്റിൽ ഇല്ലേ, കുടുംബ സീറ്റിൽ എന്ന് വേണമെങ്കിൽ 1273 വോട്ടുകൾക്ക് 1273 വോട്ടുകൾക്ക് തേജസ്വി യാദവ് പിന്നിൽ നിൽക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. ചരിത്രം ആവർത്തിക്കുകയാണോ? റാബറി ദേവിയെ അട്ടിമറിച്ചതുപോലെ രാഷ്ട്രീയ എതിരാളി ഇപ്പോഴിതാ തേജസ്വി യാദവിനെ മുട്ടുകുത്തിക്കുമോ എന്നതാണ്. അങ്ങനെയെങ്കിൽ RJDക്ക് മുഖമുയർത്തി നിൽക്കാൻ പോലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സാധിക്കില്ല. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകുമോ എന്നറിയത്തില്ല. രാഘവ്പൂർ BJP അഹഡ് 12,073 വോട്ടുകൾക്ക് BJP മുന്നിൽ എന്ന വാർത്ത കൂടി വരികയാണ്. രാഘവ്പൂരിൽ അത്രയും വലിയൊരു ലീഡിലേക്ക് പോയോ? അതിന് സാധ്യത എനിക്ക് തോന്നുന്നില്ല. കാരണം 12,000 ആകാൻ സാധ്യതയില്ല, 1200 ആയിരിക്കണം. കാരണം വോട്ട് എണ്ണൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ്. പക്ഷേ 12,073 എന്ന നിലയിലുള്ള ഡേറ്റകളും പുറത്തു വരികയാണ്. രാഘവ്പൂരിൽ BJP സ്ഥാനാർത്ഥി മുന്നിലെന്ന വാർത്ത വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഷോക്കിംഗ് ആണ്. വലിയ ഒരു മാർജിനിൽ തേജസ്വിയുടെ തോൽവി രാഘവ്പൂരിൽ സംഭവിക്കുന്നുവെങ്കിൽ അത് വല്ലാത്ത അവസ്ഥയായിരിക്കും. RJDയെ സംബന്ധിച്ച് മുഖം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാവുകയാണ്. ബീഹാർ പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു മഹാഗഠബന്ധന്. ഒരേ ഒരു മുഖമായിരുന്നു എടുത്തു പറയാനുണ്ടായിരുന്നത്. അത് തേജസ്വി യാദവിന്റെ മുഖമായിരുന്നു. ലാലു പ്രസാദ് യാദവിന്റെ മകൻ എന്ന ലേബലിൽ തന്നെ തേജസ്വി യാദവ് 12,073 വോട്ടിന് തേജസ്വി പിന്നിൽ